നമ്മുടെ അപ്പം ഷാജിദയാണ് സബ്ജക്റ്റ്. ആക്ച്വലി ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഇൻസിഡന്റ് ഞാൻ കാണാനിടയായത്. സീരിയസ്ലി പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്താകരുത് എന്നുള്ളതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് സാജിദ എന്ന് ഞാൻ പറയും. ഷാജിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി സം ഇഷ്യൂസ് ഷീ ഈസ് ഫേസിങ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അകാലത്തിൽ മരണപ്പെട്ടു പോയ സ്വന്തം ഭർത്താവിനോടുള്ള ദേഷ്യം നാട്ടുകാരോട് അവൾ തീർക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ പോലും എനിക്ക് ഇവിടെ വയ്ക്കാൻ ഭയമാണ്. കാരണം യൂട്യൂബ് പോളിസി അനുസരിച്ച് എല്ലാവരും കൂടെ ഗ്രൂപ്പോട് കൂടി റിപ്പോർട്ട് ചെയ്താൽ 15-ാം തീയതി മാറിയിരിക്കുന്ന ഒരു പോളിസി കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്ത അവളുടെ ചാനൽ അടിച്ചു കളയാൻ ഈസിയായി സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന അഷ്റഫിനെ എനിക്കറിയത്തില്ല, പക്ഷേ അഷ്റഫ് എന്നെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കക്ഷി ചേരാവുന്നതേ ഉള്ളൂ. ഈ സ്ത്രീ ഗുണ്ടാ പ്രവർത്തനം നടത്താൻ അവളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് മാത്രമല്ല, മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഫോട്ടോ അവരുടെ പെർമിഷൻ ഇല്ലാതെ പിടിക്കുകയും അവരെ പറ്റി അവിടെ വളരെ ആഭാസമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഷ്റഫ് ചെയ്ത മിസ്റ്റേക്കിന് അഷ്റഫിനമാണ് പറയേണ്ടത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. ആ വീട്ടിൽ താമസിക്കുന്ന ബാക്കിയുള്ളവരുടെയൊക്കെ റൈറ്റ് കൺസേൺ ചെയ്തിട്ട് അവർക്ക് ഇവൾക്കെതിരെ ഭവനഭേദനത്തിന് കേസ് കൊടുക്കാം. ഒരു കേസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ലാച്ചാൽ നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ വന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ അർഹനല്ല എന്ന് ഞാൻ പറയും. ഭാര്യ തടുക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യരുത്, പോകരുത്, നിങ്ങൾക്ക് ദുബായി പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളടുത്ത് ഈ ബഹളങ്ങളൊക്കെ കാണിക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം, നിങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങളുടെ സമ്മതമില്ലാതെ വരിക മാത്രമല്ല, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ഭാര്യയുടെയും മകൻ്റെയും അമ്മയും മകളുടെയും അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ ഉമ്മായുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഫോട്ടോ പിടിക്കുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ള എല്ലാ അവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മൾ പറയുന്നതായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. അഷ്റഫ് വളരെ കാര്യക്ഷമതയോടുകൂടി അവളെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിരുന്നു. ആ റിയാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവൃത്തിയിൽ സ്കോർ ചെയ്തത് നമ്മുടെ ഷാജിദയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ പറയുന്ന ഷാജിദ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ അതിനെ എതിർക്കാനും ഒക്കെ ആൾക്കാർ അവിടെ ഉണ്ട്. ചിലർ പറയും ഒരു പെണ്ണിനെ അവഹേളിക്കുന്നു, മറ്റതേ മറിച്ചതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു, അഭിസാരിക എന്നും മറ്റുമൊക്കെ വിളിക്കുന്നു എന്നാണ് പലരും പറയുന്ന ഒരു കുറ്റം. ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ മകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിക്കണമായിരുന്നു ആലവലാതി എന്നാണ് എൻ്റെ ഒരു ഭാഗം. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരം പറയുന്ന അവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇനി ഷാജിയെ ആരെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ വീട്ടിലേക്ക് അവൾ കയറാൻ വരുന്നുണ്ട് എങ്കിൽ, ഹൈസിൻ്റെ അടുത്തായിരുന്നാലും അതുപോലുള്ള ആരായിരുന്നാലും നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളെ അവൾ തെറി വിളിച്ച വീഡിയോസാണ്. അത് നിങ്ങൾ സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് വെച്ചിരിക്കുക. മൊബൈലിൻ്റെ ഡെസ്ക്ടോപ്പിൽ വെച്ചിരുന്നാൽ മതി. അത് ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് വായും കീറി ഇങ്ങനെ ഇവനെ പോലെ നിന്ന് കൊടുക്കരുത്. അഷ്റഫ് കാണിച്ചത് മുഴുക്ക അബദ്ധങ്ങളാണ്. തെറിയല്ല വിളിക്കേണ്ടത്. മൊബൈൽ വാങ്ങിച്ച് തല്ലി പൊട്ടിച്ച് ചെവിക്കൽ വിളക്ക് ഒരെണ്ണം കൊടുത്തു വിടുന്നതിന് പകരം കൊടക്കോ എന്ന് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. വാക് സാമർഥ്യമാണ് അവൾക്കുള്ളത്. 2, നമ്മുടെ നിയമവ്യവസ്ഥയെ അവൾ വളച്ചൊടിക്കുന്നു, ഉപയോഗിക്കുന്നു. CWCയുടെ എനിക്ക് പുച്ഛം തോന്നുന്നു. ഞാൻ തന്ന പരാതിയിന്മേൽ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പൊടിമക്കളെയും കൊണ്ട് നടന്ന് അവൾ ഈ കാണിക്കുന്ന ഗുണ്ടായിസം. ഇത്തരത്തിലൊരു ഗുണ്ടയ്ക്കൊപ്പം ആ 5 മക്കൾ സേഫ് അല്ല എന്നുള്ളതാണ് വസ്തുത. ഗവൺമെൻറ്റിന് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ കൺസേണെങ്കിൽ ആ കുഞ്ഞുങ്ങളോടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റ് കുട്ടികളെ അവളിൽ നിന്ന് എടുത്ത് മാറ്റണം. അവൾക്ക് ഭ്രാന്താണ്, മുഴുഭ്രാന്താണ്. ആ ഭ്രാന്തി ആ കുഞ്ഞുങ്ങളെ കൊല്ലും. അത് ഉറച്ച കാര്യമാണ്. അത് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം കുട്ടികളെ കൊണ്ട് നടന്ന് ഗുണ്ടായുസത്തിന് നടക്കുകയാണ് ആ സ്ത്രീ. തനിച്ച് പോകാമല്ലോ. അവളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് വളരെ ആഭാസകരമായി മറ്റുള്ളവരെ തെറി വിളിക്കുമ്പോൾ ഉമ്മ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്ന മകനുണ്ട്. ആ മകൻ നാളെ ഇതുപോലെ ഒരു വലിയ ഗുണ്ടയായി മാറും. ഇത് തന്നെയാണ് ഞാൻ കാലങ്ങളായി പറയുന്ന ഒരു കാര്യവും CWCക്ക് ഞാൻ കൊടുത്ത പരാതിയിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നുകൊണ്ട് ഈ കാണിക്കുന്ന പൊക്കൃത്തരം അനുഭവിച്ചു കൊടുക്കാനൊക്കത്തില്ല. വാക് സാമർഥ്യം ഉണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി അവരെ തെറി വിളിക്കാനും നാണം കെടുത്താനും ഒന്നും നിനക്ക് യാതൊരു അർഹതയുമില്ല. നീ ഭയങ്കര മിടുക്കിയാണെങ്കിൽ ഞാൻ നിന്നോടൊരു ചലഞ്ച് വയ്ക്കുന്നു. മുത്തുവിനെ പിടി. മുത്തുവിൻ്റെ വീട് വരെ നീ ഒന്ന് പോ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ മുത്തുവിൻ്റെ വീട്ടുമുറ്റം വരെ പോയി നിന്നുകൊണ്ട്, അവിടെ അടുത്തുള്ളത് അതായതുകൊണ്ടാണ് മുത്തു എന്ന് തന്നെ പറഞ്ഞത്. ധൈര്യമുണ്ടെങ്കിൽ, നീ മിടുക്കിയാണെങ്കിൽ നീ മുത്തുവിൻ്റെ വീട്ടുമുറ്റത്ത് പോയി നിന്ന് വെല്ലുവിളിക്ക് കാണട്ടെ. നിനക്കൊരു പിണ്ണാക്കുമില്ല. അയാൾ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അവസരത്തിൽ ആ കുടുംബത്തിന് നാണം കെടുത്താൻ വേണ്ടി അങ്ങോട്ട് തള്ളി കയറുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയോടാണ് മുഖമൊന്ന് മറച്ചു പിടിച്ച് തലയിൽ തട്ടം കൃത്യമായി ഇട്ടിട്ട് ഫോണ് പിടിച്ച് വാങ്ങി ചെവിക്കൽ പുളക്ക് അവൾക്കൊരു അടി കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കാത്തത്. അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ നീ അവളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തെളിവാണ്. ഇരിക്കട്ടെ, അവൾക്ക് ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. ആകെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഷാജിദ എന്ന് പറയുന്ന ഭൂലോക ദുരന്തം കേരളത്തിൻ്റെ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒന്നും പറയാനില്ല.
പ്രളയം വരുന്നുണ്ട്, ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ പന്ന ഡാഷ് മോളെ ഇങ്ങനെ നടന്ന് ആളുകൾ ഉപദ്രവിക്കുന്നല്ലോ എന്നാണ് ഓർമ്മ. ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തിരക്കിലാണ്. ഇത് എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമായി പരിഗണിക്കപ്പെടുകയും എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയാനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോയുടെ ഒരു പകുതി വരെ ഞാൻ ഷാജിദ ഷാജിയുടെ കാര്യമാണ് പറഞ്ഞത്, ബാക്കി പകുതി ഞാൻ ഷാജിദയോട് പറയുന്നതാണ്. എൻ്റെ വീട്ടിൽ വരരുത് കേട്ടോ, വന്നാൽ ഞാൻ ഇടിച്ച് നിന്നെ വിടും. പിന്നെ നീ വരുന്നോ ഇല്ലയോ ബില്ല് 23-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി ഞാൻ നിന്നെ തേടി വരും. എന്തിനാണെന്നറിയാം? ചുമ്മാ കാണാനടി. നീ ഇവിടെ കിടന്ന് ഈ തത്തിക്കളിക്കുന്ന അബലരും ചബലരുമായ ആളുകളുടെ തലയിൽ കയറി തബല കൊട്ടുന്ന നിനക്ക് ധൈര്യമുണ്ടോടി ഞങ്ങളെ ഫേസ് ചെയ്യാൻ? ഇപ്പുറത്ത് ഞങ്ങൾ 2 പേരുണ്ട്, ഞാനും എൻ്റെ മക്കളും. 3 പേരാണല്ലേ പോട്ട്. എണ്ണം പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. കണക്ക് സാറ് പഠിപ്പിച്ചിരുന്ന സമയത്ത് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ആകെ മൊത്തത്തിൽ ഈ വിഷയം റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഒരു പൊതുസമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവൾ വരുന്ന സമയത്ത് ക്യാമറ നിങ്ങളുടെ നേർക്ക് തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടരുത്, രക്ഷപ്പെടരുത്. ആ ക്യാമറ പിടിച്ച ഫോൺ വാങ്ങിച്ച് തല്ലി പൊട്ടിച്ചങ്ങ് കളയണം. ഒരു 1-2 ഫോൺ തല്ലി പൊട്ടിക്കുമ്പോഴത്തേക്ക് അഹങ്കാരം അങ്ങ് തീരും എന്നുള്ളതാണ്. ദയവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കൂ. ദയവ് ചെയ്തിട്ട് 2 പൊട്ടിയിരവൾക്ക് ആരെങ്കിലും ഒന്ന് കൊടുക്കൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ തനി ആവർത്തനം പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. കുട്ടികളുടെ സുരക്ഷ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. മാത്രവുമല്ല, മറ്റൊരാളുടെ വീട്ടിൽ കയറി അവരുടെ കുഞ്ഞുമക്കളെ നോക്കി വീഡിയോ എടുക്കുക, എന്നിട്ട് ആ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീയും നിൻ്റെ ഉമ്മായും ഇവിടെ നടത്തുന്നത് വേശ്യാലയമാണ് എന്ന്. ശരിയായിരിക്കാം, ജയിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ കുടുംബക്കാരെയൊക്കെ തന്നെ ആയിരിക്കും പറയുണ്ടാവുക. പക്ഷേ പൊടി മോളല്ലേടയിൽ ആ കുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ആ കുട്ടിയോടും അവളുടെ ഉമ്മായോടും നീ പറഞ്ഞൊരു വൃത്തിയോടുണ്ടോ? മനുഷ്യസ്ത്രീയാണോടി നീ മനുഷ്യസ്ത്രീയാണോടി? നിനക്ക് എന്തിൻ്റെ കുത്തിക്കിഴപ്പടി വേണേ? നിൻ്റെ അടുത്ത് ആര് പറഞ്ഞിങ്ങനെ അങ്ങോട്ട് കിടന്ന് ഗുണ്ടായുസം കാണിച്ചാൽ നീ എന്തൊരാവുമെന്ന്? ഇവളാണ് ബിസിനസ് വാൻ. സാധനം ആരെങ്കിലും ഇവളെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് അടിക്കേണ്ടത്. ഇത്തരത്തിൽ യാതൊരു രീതിയിലുള്ള ഒരു ഇതുമില്ലാത്തൊരു വൃത്തികെട്ട സ്ത്രീക്ക് വേണ്ടിയിട്ട് നാണല്ലേ വക്കാലത്ത് പറയാനെന്നാണ് വക്കാലത്ത് രാമൻകുട്ടിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. പലരുടെയും കമൻസ് ഞാൻ കണ്ടു. അവളെ തെറി പറഞ്ഞിട്ടല്ലേ അവൾ പോയി അടിച്ചെന്ന് പറയും. ഇതൊന്നും പോരാതെ നട്ടാക്കുരുക്കാത്തൊരു നുണ പറയുന്നുണ്ട്, അവളെ കണ്ട് അവൻ ഉപദ്രവിച്ചെന്ന്. എടി, അവ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പോലും നിയമം നിൻ്റെ കൂടെ നിൽക്കത്തില്ല. അവ ഉപദ്രവിച്ചെങ്കിൽ കണക്കായിപ്പോയി. അടിക്കാനും കുത്താനും വെട്ടാനുമായി ആയുധങ്ങളോടുകൂടി നീ ആ വീട്ടിലേക്ക് ഇടിച്ചു കയറിയതിൻ്റെ തെളിവ് നിൻ്റെ ലൈവ് തന്നെയാണ്. ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കിടന്ന് അയാളെ പച്ചത്തെറി വിളിക്കുകയും തല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. അവിടെ നീ ഒരു മനുഷ്യനാണ്. അവനെ കൊല്ലാൻ പോയതാണെന്ന് വധശ്രമത്തിന് അവന് കേസ് കൊടുക്കാം. അഷ്റഫിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിയമവശം പറഞ്ഞു തരാം. കുഞ്ഞുങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫോട്ടോ എടുക്കുക, സാമൂഹ്യ മാധ്യമത്തിലൂടെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ക്രൈമാണ്. അതിനെ നിങ്ങൾക്ക് CWCക്കാരുടെ സപ്പോർട്ടോടു കൂടി ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ലോക്കൽ പോലീസ് സ്റ്റേഷനിലും CWCയിലും നിങ്ങളൊരു പരാതി കൊടുക്കുക. പരാതി കൊടുത്ത് 3 ദിവസം വെയിറ്റ് ചെയ്ത ശേഷം SP-ക്ക് ഇതേ പരാതി കൊടുക്കുക. വീണ്ടും ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യുക. CMB ഇട്ടിട്ട് ഈ സ്ത്രീക്കെതിരെ കേസെടുത്താൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ ഇവളകത്താകും. 2, നിങ്ങളുടെ ഭാര്യയ്ക്കും അമ്മയ്ക്കും കേസ് കൊടുക്കാം. അവരുടെയും സമ്മതമില്ലാതെ അവരുടെ മുഖം ക്യാമറയിൽ ഒപ്പിയെടുക്കുകയും പച്ചത്തെറി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനും ഒരു വകുപ്പുണ്ട്. പക്ഷേ അതിന് ജാമ്യം കിട്ടും. സ്റ്റേഷൻ ജാമ്യം തന്നെ കിട്ടും. KP ആക്ട് ആയിരിക്കും എടുക്കുക ഉണ്ടാവുക. പക്ഷേ അതും ഒരു ക്രൈമാണ്. 3, നിങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അടുത്തത്. അതിനും ജാമ്യമില്ല. ഭവനഭേദനമാണ്. ആ വകുപ്പിനും ജാമ്യമില്ല. ഇത് 3 പരാതിയായിട്ട് തന്നെ കൊടുക്കുക. 3 കേസായിട്ട് തന്നെ പരിഗണിക്കാൻ പറയുക. 3 കേസ് അവൾക്ക് ഇട്ടുകൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. ദയവ് ചെയ്ത് അത് ചെയ്യുക. പ്രവാസിയായ താങ്കൾ നാട്ടിൽ വന്നാൽ തിരിച്ചു വിടില്ല എന്ന് അവൾ പറയുന്നിടത്ത് അവൾ ഒരാളുടെ അന്നം മുട്ടിക്കാൻ ഇറങ്ങി നിൽക്കുന്നെന്ന് മനസ്സിലാകുന്നുണ്ട്. അതിനും നിങ്ങൾ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയായിരുന്നില്ല. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെണ്ണ് ആണോ എന്ന വ്യത്യാസമില്ലാതെ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ പ്രോപ്പർട്ടിയിലേക്ക് അതിക്രമിച്ച ഒരാൾ കടന്നു വന്നാൽ അവരെ കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല. അടിച്ചു പൊട്ടിച്ച് വിട്ടുകൊടുക്കുക. അത് റോഡല്ല. പൊതു സ്ഥലത്ത് നിന്നല്ല ആ സംസാരിച്ചത്. വീട്ടിനകത്തേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ കേസുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് എഴുതി ചേർക്കപ്പെടും. മറിച്ച് അപ്പുറത്തുനിന്നൊരു കേസ് വരും. എന്താണ്? നിങ്ങൾ അവളെ തല്ലി, മോശം പറഞ്ഞു. ഈ കേസല്ലേ? അത് സാരമില്ലെന്ന് വെക്കുക. അത് കാരണം നിങ്ങൾക്ക് പ്രവാസം നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുക പോലും വേണ്ട. ഒന്നുമില്ല. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഹാജരാകാം എന്ന ഒരു ഇത് എഗ്രിമെൻറ്റിൽ നിങ്ങൾക്ക് ജാമ്യം അനുവദിക്കപ്പെടും. ജാമ്യവും എടുത്തിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോവുക. നിങ്ങൾ പവർ ഓഫ് അറ്റോർണി നിങ്ങളുടെ വക്കീലിന് കൊടുത്താൽ വക്കീൽ അത് ഹാജരായി ക്ലിയർ ചെയ്തുകൊള്ളും.
ഇതിനകത്ത് ഇത്രയാണ് നിയമവശങ്ങൾ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, പിന്നോട്ട് പോകരുത്. ഈ സ്ത്രീക്ക് മൂക്ക് കയറിടാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസാണ്. നിങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവ് ചെയ്ത് ആക്ഷനുമായിട്ട് മുൻപോട്ട് തന്നെ പോകണം. എന്തെങ്കിലും സപ്പോർട്ട് വേണമോ, നിയമോപദേശം വേണമോ എങ്കിൽ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. 5 മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവൾക്കെതിരെ ചൈൽഡ് ലൈനിലേക്ക് കംപ്ലൈൻറ്റ് വീണ്ടും അയക്കുക. ഞാനത് ചെയ്യും. വീണ്ടും തീർച്ചയായിട്ടും പാലക്കാടേക്ക് ഞാൻ വന്ന് ഞാൻ ആ CWCയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോൺസ്റ്റൻ്റ്ലി നമ്മൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റുകൾ എടുക്കാതെയും ഒരു സോഷ്യൽ മീഡിയ വെച്ചുകൊണ്ട് ഈ പോക്കൃത്തരം കാണിക്കുന്ന ഈ സ്ത്രീയുടെ ചാനലടിച്ച് കളയാനുള്ള വകുപ്പ് അവൾ തന്നെ ഇട്ടിട്ടുണ്ട്. കർശനമായി ആളുകൾ ചെയ്യേണ്ടത് റിപ്പോർട്ടിംഗ് ആണ്. ചൈൽഡ് അബ്യൂസ് എന്ന് തന്നെ ആയിരിക്കണം റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരിക്കേണ്ടത്. സോ ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കണ്ടിരുന്നു ലൈവിൽ. അഹങ്കാരം എന്നത് മാത്രമല്ല, ഒരുതരം ഭ്രാന്താണ് ആ സ്ത്രീക്ക് എന്നുള്ളതാണ് മനസ്സിലായത്. പൈങ്കുളം ബെസ്റ്റ് ഓപ്ഷനാണ്. അതല്ല എങ്കിൽ തിരുവനന്തപുരം സൂപ്പറാണ്. ഊളംപാറ അവിടെയും നല്ല അത്യാവശ്യം ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ രണ്ടിടത്ത് കൊണ്ടുപോയി കറണ്ട് അടിപ്പിക്കുകയാണ് വേണ്ടത്. 11 kV ലൈനിൽ തൂക്കിയിട്ടാൽ ചിലപ്പോൾ ശരിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആൾ തട്ടിപ്പോവും. അതുകൊണ്ട് അത്രയ്ക്കൊന്നും പോകാതെ തലയിലേക്ക് എന്തെങ്കിലും ഒരു വയറ് വെച്ച് താൽക്കാലികമായി ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോക്ക് കൊടുത്താൽ ശരിയാകാൻ ചാൻസസ് ആർ ദെയർ. അഹങ്കരിക്കരുത് പെണ്ണെ. ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ ആളുകൾ എടുത്തിട്ട് അറച്ച അടി തരും. നിനക്ക് നാട്ടുകാരെ കയ്യിൽ നിന്ന് അടി എവിടെന്നെങ്കിലും കിട്ടും. ഈ നമ്മൾ തമ്മിൽ വാഗ്വാദം നടത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയും ചെയ്തിട്ട് പിന്നെ അവരെ വീട്ടിൽ കയറി തല്ലാനൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പ്രതികരിക്കും എന്നുള്ളതാണ്. എന്ത് തോന്നിയാസവും ചെയ്ത് കളയാം എന്നുള്ള നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, ആരോ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ഈ ധാർഷ്ട്യമുണ്ടല്ലോ, കേസുകളുടെ ഒരു കൂമ്പാരം തലയിൽ കെട്ടിക്കയറുമ്പോൾ കാര്യം മനസ്സിലാവും. 3 കേസുകൾ കൊടുക്കുക. 3 കേസിലും FIR ഇടാൻ കർശനമായി സ്റ്റാൻഡ് ചെയ്യുക. ആ FIR അനുസരിച്ചിട്ട് ഇവൾക്കെതിരെ കർശന നിയമ നടപടിയുമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോകണം. ഇത് നിങ്ങളുടെ മാത്രമല്ല, മെജോറിറ്റി ഇവൾ ഉപദ്രവിക്കുന്ന യൂട്യൂബേഴ്സ് എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുസമൂഹവും നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം ഒരു സ്ത്രീ എങ്ങനെ ആകരുത് എന്നുള്ളതിൻ്റെ തെളിവാണ് രേണു സുധിയും ഷാജിദയും ഒക്കെ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.